ഭാരതത്തിൻ്റെ പാരമ്പര്യ ചികിത്സാരീതികളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന മഹാമേളയ്ക്കൊരുങ്ങി ദുബായ്. രണ്ടാമത് ആയുഷ് അന്താരാഷ്ട്ര സമ്മേളനത്തിനും പ്രദർശനത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ദുബായിൽ. ജനുവരി 13 മുതൽ 15 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് പരിപാടി. ayushdubai.org എന്ന വെബ്സൈറ്റിലൂടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പൊതുജനങ്ങൾക്കും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. സിദ്ധ, യുനാനി, ഹോമിയോ, ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ എന്നീ ചികിത്സാ രീതികളെക്കുറിച്ചറിയാൻ ജനുവരി 13 മുതൽ 15 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ എത്തിയാൽ മതി. ഭാരതത്തിൻ്റെ പാരമ്പര്യ ചികിത്സാ രീതികളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന മഹാമേളയ്ക്കാണ് ദുബായ് വേദിയാകുന്നത്. ആഗോള തലത്തിൽ തന്നെ ആയുഷ് ചികിത്സയുടെ പ്രസക്തി വർദ്ധിച്ച ഘട്ടത്തിലാണ് ഈ ചുവടുവയ്പ്. ശാസ്ത്രീയമായ ആരോഗ്യ സംരക്ഷണത്തിന് രോഗം ബാധിച്ച് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ടെന്ന തിരിച്ചറിവാണ് ആയുഷിൻ്റെ ജനപ്രീതിക്ക് നിദാനം. വിട്ടുമാറാത്ത രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള ആയുഷ് ചികിത്സാ രീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ ആയുഷ് സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ പിന്തുണയോടെ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനും സംയുക്തമായാണ് പരിപാടി നടത്തുന്നത്. നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ഏറ്റവും വലിയ ആയുഷ് കോൺഫറൻസ് ആണ് നമുക്ക് ഈ ഒരു 13, 14, 15 തീയതികളിൽ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു ആയുഷ് വിജ്ഞാനം, ഒരു ആയുഷിൻ്റെ ഏറ്റവും ഒരു പ്രധാന വിജ്ഞാന വേദിയാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. ഇതിൻ്റെ ഒരു തീമെന്ന് പറയുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ക്രോണിക് ഡിസീസസ്, അതിൻ്റെ പ്രിവെൻഷനും മാനേജ്മെൻറ്റും എങ്ങനെ ആയുഷ് സിസ്റ്റം വഴി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന തീം. ആയുർവേദം, യോഗയും പ്രകൃതി ചികിത്സയും, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നീ ആരോഗ്യശാസ്ത്ര ശാഖകളുമായി ബന്ധപ്പെട്ടവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 30-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രാക്ടീഷണർമാർ, നയരൂപകർത്താക്കൾ, വ്യവസായികൾ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിവർ മേളയിലെത്തും. വിട്ടുമാറാത്ത സാംക്രമികേതര രോഗങ്ങൾക്കുള്ള ഫലപ്രദമായ ആരോഗ്യ പരിരക്ഷാ സംവിധാനമായി ആയുഷിനെ അവതരിപ്പിക്കുകയാണ് സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. ഈ വരുന്ന ജനുവരി തന്നെ 13, 14, 15 വളരെ വലിയ വിപുലമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ആക്റ്റീവായിട്ടുള്ള പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. 100-ൽ പരം എക്സിബിറ്റേഴ്സ് ഉണ്ട്, 1200-ഓളം ഡെലിഗേറ്റ്സ് ഉണ്ട്, അറൗണ്ട് 30 to 32 കൺട്രീസ് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ് അസംബ്ലി ഉണ്ട്, കൾച്ചറൽ പ്രോഗ്രാമുണ്ട്, ഡോക്ടർ BK ശിവാനിയുടെ പബ്ലിക് അവയർനെസ് പ്രോഗ്രാമുണ്ട്. അപ്പോൾ അങ്ങനെ ആക്ഷൻ പാക്ക്ഡായ ഒരു 3 ദിവസമാണ് ജനുവരി 13, 14, 15. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആയുഷ് സഹമന്ത്രി ഡോക്ടർ മുജ്പാറ മഹേന്ദ്രഭായ് കലുഭായ്, UAE ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ, ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ നേതൃത്വം നൽകുന്ന 50-ലധികം ചർച്ചകളും 300-ലധികം ഗവേഷണ പ്രബന്ധങ്ങളുടെ അവതരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1300-ലേറെ പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ഭാഗമാകും. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ആയുഷ് അദ്ദേഹം വരാൻ സംഘടിച്ചു, ഇസ് എ ക്യാബിനറ്റ് മിനിസ്റ്റർ. പിന്നെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സ്റ്റേറ്റ് മിനിസ്റ്റർ ശ്രീ മുരളീധരൻ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ സോഫാർ കൺഫേം ചെയ്തിരിക്കുന്നത്. പ്ലസ് ദി ഡിഫറൻസ് ആയുഷ് സെക്രട്ടറി ഉണ്ടായിരിക്കും. പിന്നെ യു ആർ ട്രൈങ് ടു ഗെറ്റ് സം ഒഫീഷ്യൽ ഫ്രം UAE ആൾസോ. ഇറ്റ് ഈസ് ദി ഇനീഷ്യൽ സ്റ്റേജാണ്. പ്രദർശനം 3 ദിവസങ്ങളിലും പൊതുജനങ്ങൾക്ക് സൗജന്യമായി കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ആയുഷ് സംവിധാനങ്ങളെക്കുറിച്ച് പൊതുജന അവബോധം സൃഷ്ടിക്കുന്നതിനായി 3 ദിവസവും വൈകുന്നേരങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ ഉണ്ടാകും. ayushdubai.org എന്ന വെബ്സൈറ്റിലൂടെ പൊതുജനങ്ങൾക്ക് പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ആയുഷ് മേഖലയിൽ നിന്നുള്ള ആരോഗ്യ പ്രദർശനങ്ങൾക്കായി 100-ലധികം സ്റ്റാളുകൾ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരുക്കും. ആയുഷ് ഫാർമ, FMCG ഉൽപ്പന്നങ്ങൾ, ആയുഷ് സേവനദാതാക്കൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ജൈവ ഉൽപ്പന്നങ്ങൾ, ആയുഷ് ഉപകരണങ്ങൾ, വിവിധ സർക്കാർ ആയുഷ് സംവിധാനങ്ങൾ എന്നീ വിഭാഗങ്ങൾ പ്രദർശനത്തിൻ്റെ ഭാഗമാകും.
ഇതിനു വേണ്ടിയിട്ട് ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ആയുഷിൽ ഒരു അവബോധം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അധികം പബ്ലിക് അവയർനെസ് സെഷൻസ് ഇതിനകത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു വിശാലമായ ഒരു എക്സ്പോ ഏരിയ ഇതിൻ്റെ കൂടെയുണ്ട്. ഏകദേശം 100ഓളം ആയുർവേദിക് ഹോസ്പിറ്റൽസും ക്ലിനിക്സും റിട്രീറ്റ്സും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇവരെല്ലാം തന്നെ അവരുടെ സൗകര്യങ്ങൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതിലേക്കുള്ള പ്രവേശനം പബ്ലിക്കിന് ടോട്ടലി ഫ്രീയുമാണ്. ആയുഷ് അന്താരാഷ്ട്ര സമ്മേളനം ഭാരതത്തിൻ്റെ പാരമ്പര്യ ചികിത്സാരീതികൾക്കും യോഗയ്ക്കും ആഗോളതലത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്തേ, ഇവിടെ പൂർണ്ണമാവുകയാണ്. പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.